ഹലോ, ഹായ് കൂട്ടുകാരെ. നമ്മൾ എവിടെയാണ്? തൊഴുത്തിലാണ്. തനിക്ക് ഈ ജിമ്മ് കാണിച്ചിട്ടുള്ള ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. തനിക്കൊരു ബനിയൻ എടുത്തിട്ടൂടോ. താൻ വൈക്കോല് കുടയുകയാണ്. ഒരാൾ ഇവിടെ നിന്ന് പുല്ല് തിന്നുന്നു, വൈക്കോല് തിന്നുന്നു. രണ്ടാവുമാര് കിടക്കുന്നു. നമ്മൾക്ക് ചോട്ടുവിൻ്റെ വിശേഷത്തിലേക്ക് പോവാം അല്ലേ? ചോട്ടു എന്തിനാ ഇവിടെ വന്നിക്കണേ? സിനിമ ഷൂട്ടിംഗ് ആണല്ലോ. നമ്മുടെ ചോട്ടു താരാണ്? ആരാണ്? കുഞ്ഞു പശു. അമ്മ പശുവിന് വൈക്കോലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അപ്പൂതാ ഇപ്പം വന്ന് വളമൊക്കെ വാരി ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എണീപ്പിച്ചിട്ട് അവിടെയും കൂടെ വൃത്തിയാക്കണം വിചാരിച്ചാൽ നടന്നില്ല. നാളെ നമുക്ക് ഇവരെ തോട്ടി കൊണ്ടുപോയി കഴുകാട്ടാ. എന്താ ചോട്ടു നിന്റെ അഭിപ്രായം? നീ എന്ത് കാണാൻ വന്നാണ് ഇവിടെ? അപ്പൊ എന്ത് കാണാൻ വന്നാണ് ഇവിടെ? ഉണ്ടംപൊരിയും ചായയും കൊടുക്കണ്ടെന്നൊക്കെ വന്നല്ലേ? എന്താണ്ടാ വൈക്കോലൊക്കെ 15 കെട്ട് കൊണ്ടുവന്നിട്ട് ആകെ 5 ദിവസവും കൂടി ആയിട്ടില്ല. അപ്പോഴേക്കും വൈക്കോലൊക്കെ കഴിഞ്ഞു. മൊയിലാളി, ഒരു കെട്ട് വൈക്കോല് എന്താ വില എന്നറിയോ? കഴിയുമ്പോൾ ഇനി വൈക്കോല് കിട്ടാൻ അവിടെ ഇല്ലല്ലേ? എടുത്തവിടെയൊക്കെ വൈക്കോല് കഴിഞ്ഞു. ആത്മാർത്ഥതയുള്ള അവനെ കാണുന്നില്ല ഇരുട്ടത്ത്. പൊടിയാ, നിന്നെ ആർക്കും വേണ്ടെന്നാ പറയുന്നത്. തിന്ന് നേരെ അവിടോ വേഗം. മതിയപ്പൂ. നീ വീട്ടിൽ പോയി കിടന്നോ, നീ കിടന്നോ, ഉറങ്ങിക്കോ, ഞാൻ വിളിക്കാം, ഞാൻ വന്നിട്ടൊന്ന്. നമ്മൾ തൊഴുത്ത് കാണിച്ചു കൊടുക്കും. ഇതുപോലെ നീറ്റായിരിക്കണം തൊഴുത്ത്. കണ്ടില്ലേ? നമ്മൾ ഡെയിലി എപ്പോഴും തൊഴുത്ത് പക്കായിട്ടോ കിടക്കാൻ പോകുള്ളൂ. ഞാൻ കിടക്കാൻ പോണതിന് മുമ്പ് ഒരു 9-9:30 അല്ല 8 മണിക്ക് തൊഴുത്തി വരും. റൂം എത്തുമ്പോൾ 11 മണിയാവുന്നുള്ളൂ. അതുവരെ തൊഴുത്ത് വേണ്ടേ? ഫുള്ള് ക്ലീൻ ചെയ്ത് പക്കാക്കാനും. കൊതുകിൻ്റെ ശല്യം നന്നായിട്ടുണ്ട്. വേണ്ട, കൊതുക് തിരി കൊളുത്തി വെക്കാൻ വേണ്ടി വന്നാണ്. എന്നിട്ട് ചെയ്യുന്ന പരിപാടി ഫുൾ ക്ലീനിങ് ആണ് കേട്ടാ. അമ്മ എന്നെ മറന്നൂലേ? ഞാൻ പാലേർക്കാനൊന്നും 5:30 വരുന്നില്ല അല്ലേ? അപ്പം ഞാനും ഉണ്ട് കേട്ടോ അവിടെ. ഞാനിവിടെ കാണാൻ വന്നാണ്. എന്താണ് നമ്മുടെ അമ്മ പശുവിന് വൈക്കോലിട്ട് കൊടുക്കണം നമ്മൾ. അപ്പോൾ വൈക്കോലിട്ട് കൊടുക്കും കുഞ്ഞു പശുവിന്. അമ്മ പശു, കുഞ്ഞു പശു. ഇതാ ചോട്ടാ ഭീം ഇവിടെ ഉണ്ട്. തലയിലേക്ക് കൊതുക് കടിക്കണം. കൊതുകിനൊക്കെ ഡെഡ് ബോഡി ആക്കി തല ചോർന്നിട്ട് എന്താ മല കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ മലയാണ് കൊണ്ട് ഇറക്കണത്. ഒരു കെട്ട് സത്യം പറഞ്ഞാൽ ഇവർക്ക് തന്നെ അപ്പോൾ ഒരു ദിവസം 2-3 കെട്ട് വൈക്കോൽ കൊടുക്കും. ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ടെന്നല്ലേ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത്. ഈ വീഡിയോ എടുത്ത് വെക്കണം. എന്താ പറയുക, ഇത് അത്രയും വൈക്കോലാണ്. ഡോക്ടർ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത്ര ഇട്ട് കൊടുക്കണ്ടെന്ന്. ഫേസൊക്കെ ഞാൻ വാശയാ. കഴിഞ്ഞോടോ തൻ്റെ പരിപാടി? അപ്പൊ ചേട്ടൻ കഴിഞ്ഞോ? ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ പായിട്ട് കിടക്കുന്നുണ്ടാവും. എന്താ ചോട്ട് നിന്റെ അഭിപ്രായം? നീ സ്റ്റൂളിലിരുന്നിട്ട് ഉറങ്ങിയാൽ മതി. 5:30 പാല് ഇറക്കണിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ തൊഴുത്തിലെ പരിപാടികൾ ഇതൊക്കെയാണ് കേട്ടോ. വൈക്കോൽ ഇട്ടിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. എന്താ വൈക്കോലൊക്കെ കഴിഞ്ഞതാ. നിങ്ങൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു മല പോലെ ഇരുന്നാണ്. ഇപ്പോൾ മലയൊക്കെ കെട്ടടങ്ങി. വൈക്കോല് കഴിയുമ്പോൾ ഞാൻ പറയാലോ. അപ്പം മതിയപ്പോൾ അവർക്ക് ഇങ്ങനെ തിന്ന് അവർക്ക് വയ്യാണ്ടാവും. ഞാൻ കാണിച്ചു തരാം ശരിക്കുള്ള മല. എന്താ നോക്കുതാ, ഒരു കെട്ട് ഇറക്കി വെച്ചിരിക്കണേണ്ട. പെട്ടെന്നില്ല ഇത് ഇങ്ങനെ നമുക്ക് കുടഞ്ഞിട്ട് കൊടുക്കുന്നതുകൊണ്ട് നിറയായിട്ട് തോന്നണം. കുറച്ചിനുള്ളൂ അത്. ഇത് ശരിക്കും ചുരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ എത്ര വൈക്കോലേ ഉണ്ടാവുള്ളൂ? മതി, അത്രയും മതി. അതെന്തറിയോ, അവർക്ക് കാരണം അപ്പു ഇങ്ങനെ ഒരു ചട്ടി ചോറ് വെച്ചാൽ ഒരു ചട്ടി ചോറും തിന്നും അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് നിൽക്കുക ലേറ്റ്. ഇത്ര കഴിച്ചു. ഇതാ ഞാൻ മെലിഞ്ഞോ? ഞാൻ 83 കിലോ ഉണ്ടായിരുന്നാണ്. ഇപ്പം ഞാൻ 89 കിലോ, 72 കിലോ ആയി. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചോ. ശരി, ഇപ്പം നമുക്ക് പോയിട്ട് ഇനി കിടക്കാം. ഇനി നമുക്ക് പോയി ഫ്രഷ് ആയിട്ട് മാമൊക്കെ കഴിച്ചിട്ടാണ് വന്നേട്ടാ. ഇനിയിപ്പോൾ ഞങ്ങൾ എല്ലാവരും പോയിട്ട് ഉറങ്ങാൻ പോവുകയാണ്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ പറയപ്പോ. ഫോൺ എടുത്തിട്ടോ.
ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. ബൈ പറയും. ഞാൻ ഫ്രഷ് ആയിട്ട് ഇനി കിടക്കുള്ളൂ. കാരണം ചാണകം വാരിയതാണ്. വൈക്കോല് കിട്ടി പൊടിയൊക്കെ മേത്തായിട്ടുണ്ട്. അപ്പോൾ അപ്പു ഫ്രഷ് ആവും. അത് എൻ്റെ കാലിലടക്കം ചാണകം ഓടിച്ചാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് പോയി ഉറങ്ങാൻ പോവാം. ബൈ. ഗുണ്ടൻ പോത്തൊന്നും ചെയ്യില്ല. ഗുണ്ടുമല്ലി 5 രൂപ, ഗുണ്ടൻ പോത്തിന് 50,000 രൂപ അല്ലേ? പാവമാണ് ഗുണ്ടൻ. എൻ്റെ ഗുണ്ടൻ പോത്താണ് ഇവൻ. അവൻ്റെ മുഖമൊക്കെ കാണാൻ ചന്തമുണ്ടാക്കി. അങ്ങനെ പല്ലിൻ്റെ ഇടുക്കിൽ എന്ത് വെച്ചിട്ട് നിൽക്കും. എടോ മതിയടോ വാടോ. ഇവനാണ് വെറുതെ കുത്താൻ വരിക. വേണ്ട തൊഴുത്ത് അടിക്കുകയില്ല. അപ്പോൾ അപ്പൂന് അടിക്കൽ ഇഷ്ടമല്ല. ഹരേ ചോട്ടുൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കാണണം കേട്ടോ. ചോട്ടു ശരിക്കും എന്തിനാ തൊഴുത്തിൽ വന്നെന്ന് അറിയണമെങ്കിൽ. പിന്നെ നമ്മൾക്ക് ഉറങ്ങാൻ പോവാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബൈ. മിക്കൂസ് ഉറങ്ങിയിട്ടാ.